ഒരു സൈനിക നടപടി, ഒറ്റപ്പെട്ട ഒരു തീരുമാനം. അതെങ്ങനെയാണ് ലോകത്തെ മുഴുവൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും പിടിച്ചുകുലുക്കുന്ന ഒരു ദുരന്തമായി മാറുന്നത്? ഇന്ന് നമ്മൾ ഇറാനെതിരെയുള്ള ഒരു സാങ്കൽപ്പിക ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ഇത് വെറുമൊരു യുദ്ധത്തിന്റെ കഥയല്ല, മറിച്ച് നമ്മുടെ ലോകം എത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ സംഖ്യയൊന്ന് നോക്കൂ. 21.9 ട്രില്യൺ ഡോളർ. പല രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ്വ്യവസ്ഥയേക്കാൾ വലിയ തുകയാണിത്. ഒറ്റയടിക്ക് ആഗോള ഓഹരി വിപണികളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട പണം. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ സംഘർഷം സൃഷ്ടിച്ച സാമ്പത്തിക കൊടുങ്കാട്ടിന്റെ ആദ്യത്തെ ഒരു അലയൊലി മാത്രം. അപ്പോ ഒരു വശത്ത് സാമ്പത്തിക തകർച്ച, മറുവശത്തോ മനുഷ്യരുടെ ജീവനു വേണ്ടിയുള്ള നെട്ടോട്ടം. അമേരിക്ക 15 രാജ്യങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയ മുന്നറിയിപ്പ് ഇതായിരുന്നു: ഇപ്പോൾ തന്നെ പുറപ്പെടുക. ആ വാക്കുകളിൽ തന്നെയുണ്ട് ഭയവും അടിയന്തരാവസ്ഥയും. ഇതൊരു സാധാരണ യാത്രാ മുന്നറിയിപ്പല്ല, പടർന്നു പിടിക്കുന്ന ഒരു തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഹ്വാനമായിരുന്നു അത്. പക്ഷേ ഈ 10,000-കണക്കിന് ആളുകൾ എങ്ങനെ പുറത്തുകിടക്കും? ഒരു വഴിയുമുണ്ടായിരുന്നില്ല. ഗൾഫ് മേഖലയിലെ ആകാശം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. 12,000-ത്തിലധികം ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. ലോകത്തിന്റെ ഈ പ്രധാന ഹൃദയഭാഗം ഒറ്റ രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടുപോയി. ആഗോള യാത്രയും വ്യാപാരവും ഒരുപോലെ നിശ്ചലമായി. ഈയൊരു തകർച്ചയും പരിഭ്രാന്തിയും ഒരു വലിയ ചോദ്യമുയർത്തുന്നുണ്ട്: ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നത്? ഇതാണ് നമ്മളെ ആദ്യത്തെ പ്രധാന വിഷയത്തിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം അമേരിക്കയ്ക്ക് ജയിക്കാനാവാത്തൊരു കെണിയായി മാറിയത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കടലിൽ ഒഴുകി നടക്കുന്ന 11 കൂറ്റൻ നഗരങ്ങൾക്ക് തുല്യമാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ. ലോകത്തിലെ ഏത് ശക്തിയെയും വിറപ്പിക്കാൻ കേൾപ്പുള്ള ഒരു സൈനിക സന്നാഹം. അതുകൊണ്ട് കണക്കുകൾ നോക്കിയാൽ ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ ജയിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇറാന്റെ യുദ്ധരീതി അതല്ല. അവർ നേർക്കുനേർ നിന്ന് പോരാടുന്നതിനു പകരം നിഴലിൽ നിന്നാണ് ആക്രമിക്കുന്നത്. അതിനെയാണ് അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയെ പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പല രാജ്യങ്ങളിൽ ഒരേ സമയം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർക്കു പറ്റും. ഒരു വലിയ ശത്രുവിനെ 1000 ചെറിയ മുറിവുകളിലൂടെ തളർത്തുന്ന ഒരു തന്ത്രമാണിത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ കൂറ്റൻ സൈനിക ശക്തിക്ക് ഇവിടെ പിഴച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം തീർക്കാമെന്നായിരുന്നു വൈറ്റ് ഹൗസ് കരുതിയത്. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി. ഇപ്പോൾ അവര് തന്നെ സമ്മതിക്കുന്നു ഇത് ചിലപ്പോൾ മാസങ്ങൾ നീണ്ടേക്കാമെന്ന്. ഒരു ചെറിയ ഓപ്പറേഷനായി തുടങ്ങിയത് ഇപ്പോൾ ഒരു അവസാനമില്ലാത്ത യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ എത്രത്തോളം പിഴച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവ്. ഇതിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്നറിയുമോ? അമേരിക്കയ്ക്ക് അവരുടെ സ്വന്തം സൈനികരെയും താവളങ്ങളെയും പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടുനിന്ന ഗൾഫ് സഖ്യകക്ഷികളുടെ വിശ്വാസമാണ് തകർന്നുപോയത്. അവരുടെ സുരക്ഷയുടെ ആണിക്കല്ലായിരുന്നു അമേരിക്ക. ആ ആണിക്കല്ലിനാണ് ഇപ്പോൾ ഇളക്കം തട്ടിയിരിക്കുന്നത്. അമേരിക്കൻ ശക്തിയെക്കുറിച്ചുള്ള ധാരണകൾ കൂടിയാണ് ഇവിടെ തകരുന്നത്. ഈ സൈനിക പ്രതിസന്ധി യുദ്ധക്കളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതിന്റെ അലയൊലികൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളെ പിടിച്ചുകുലുക്കി ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തന്നെ കാര്യങ്ങളെത്തിച്ചു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് നോക്കാം. ഹോർമുസ് കടലിടുക്ക് ലോക സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയാണിത്. ലോകത്തിലെ 1/5 എണ്ണയും കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ വഴിയുടെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. അതവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ആയുധമാണ്. അവർക്കെപ്പോ വേണമെങ്കിലും ആ ടാപ്പ് പൂട്ടാൻ കഴിയും. ആക്രമണത്തിന് തൊട്ടുമുമ്പ് $75 എണ്ണവില ആദ്യ ബോംബ് വീണതിന് പിന്നാലെ $85. എന്നാൽ വിപണിയെ ശരിക്കും ഭയപ്പെടുത്തുന്നത് അതല്ല. ഈ സംഘർഷം നീണ്ടുപോയാൽ എണ്ണവില $100 കടന്ന് കുതിച്ചുയരുമെന്ന ചിന്തയാണ്. അത് ലോകമെമ്പാടും സാധനങ്ങളുടെ വില കൂട്ടും, സാധാരണക്കാരന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. ഈ തീ ഗൾഫിൽ മാത്രമായിരുന്നില്ല പടർന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ശ്രീലങ്കയുടെ തീരത്ത് വരെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇതിന്റെ അർത്ഥമെന്താണ്? നിങ്ങളുടെ ഫോണ് മുതൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വരെ എത്തിക്കുന്ന ആഗോള വിതരണ ശൃംഖലയുടെ കഴുത്തിനാണ് അവർ പിടിച്ചത്. ഈ സംഘർഷത്തിന് അതിരുകളില്ലായിരുന്നു. അപ്പൊ നോക്കൂ, സൈനികമായി പരാജയപ്പെട്ടു, സാമ്പത്തികമായി ലോകത്തെ പ്രതിസന്ധിയിലാക്കി. ഇതോടെ അമേരിക്കയുടെ കൂടെ നിന്നിരുന്നവർ പോലും അവരിൽ നിന്ന് അകലാൻ തുടങ്ങി. ഇത് നമ്മളെ മൂന്നാമത്തെ വലിയ പ്രത്യാഘാതത്തിലേക്ക് നയിക്കുന്നു. ലോകവേദിയിൽ അമേരിക്ക എങ്ങനെ ഒറ്റപ്പെട്ടുപോയി? ഈ ഒറ്റപ്പെടൽ തുടങ്ങുന്നത് സ്വന്തം രാജ്യത്തിനകത്തു നിന്നാണ്. വെറും 27% അമേരിക്കക്കാർ മാത്രമാണ് ഈ യുദ്ധത്തെ പിന്തുണച്ചത്. അതായത് ഏതാണ്ട് 4-ൽ 3 പേരും ഇതിനെതിരായിരുന്നു.
സ്വന്തം ജനതയുടെ പിന്തുണയില്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് ഒരു വലിയ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അന്താരാഷ്ട്ര തലത്തിലാവട്ടെ, അമേരിക്ക പൂർണ്ണമായും ഒറ്റപ്പെട്ടു. റഷ്യയും ചൈനയും ഇതിനെതിരെ രംഗത്തു വന്നു. വിശ്വസ്തരായ ഗൾഫ് സഖ്യകക്ഷികൾ പോലും കൈയൊഴിഞ്ഞു. എന്നാൽ ഏറ്റവും വലിയ ആഘാതം അതൊന്നുമായിരുന്നില്ല. ഈ യുദ്ധം നടക്കുന്നത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കല്ല, മറിച്ച് ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങൾക്കാണ് എന്നൊരു ധാരണ ലോകമെമ്പാടും ശക്തമായി. ഇത് അമേരിക്കയുടെ ധാർമ്മികമായ അധികാരത്തെ തന്നെയാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ സൈനിക, സാമ്പത്തിക, നയതന്ത്ര രംഗങ്ങളിലെ ഈ തകർച്ചകളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ അവസാനത്തെ ഒരു ബാലൻസ് ഷീറ്റ് എന്തായിരിക്കും? എന്തെങ്കിലും നേട്ടമുണ്ടായോ, അതോ നഷ്ടങ്ങൾ മാത്രമായിരുന്നോ? നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. താൽക്കാലികമായി ചില ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞിരിക്കാം. അതൊരു ചെറിയ നേട്ടം. എന്നാൽ അതിനു പകരമായി നൽകേണ്ടി വന്ന വിലയോ? അവസാനമില്ലാത്ത യുദ്ധങ്ങൾ, തകർന്ന സമ്പദ്വ്യവസ്ഥ, ലോകവേദിയിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ. അതായത് ചെറിയ ഹ്രസ്വകാല നേട്ടങ്ങൾക്കുവേണ്ടി വളരെ വലിയ ദീർഘകാല നഷ്ടങ്ങളാണവർ വരുത്തിവെച്ചത്. പല നിരീക്ഷകരും ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത് പണ്ടോറയുടെ പെട്ടി തുറക്കുന്നതിന് തുല്യമായിരുന്നു എന്നാണ്. ഒരിക്കൽ തുറന്നാൽ ലോകമെമ്പാടും ദുരന്തങ്ങൾ മാത്രം വിതറുന്ന, പിന്നീട് ഒരിക്കലും അടയ്ക്കാൻ കഴിയാത്ത ഒരു പെട്ടി. ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഈ യുദ്ധം ഇറാഖിലെ പോലെ മറ്റൊരു ചതുപ്പായി മാറുകയാണ്. എന്നാൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇത്തവണ നഷ്ടങ്ങൾ അതിലും വളരെ കൂടുതലാണ്. കൂടെ നിൽക്കാൻ ആരുമില്ലതാനും. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. അമേരിക്കയുടെ ഈ നടപടി ഒരു ധീരമായ വിജയമായിരുന്നോ, അതോ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ മണ്ടത്തരങ്ങളിലൊന്നായി ഇത് ഓർമ്മിക്കപ്പെടുമോ? അതിന്റെ വിധി പറയാൻ ഒരുപക്ഷെ കാലത്തിന് മാത്രമേ കഴിയുകയുള്ളൂ.